പറഞ്ഞ വാക്ക് പാലിക്കാനായി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. മോദി വരുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തിനുണ്ടാകും. പ്രത്യേകിച്ച് 40 വർഷത്തിന് ശേഷം ഒരു BJP മേയറെയൊക്കെ തിരുവനന്തപുരത്ത് കിട്ടുന്നു. ആര്യ രാജേന്ദ്രൻ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ, അതിലെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാക്കാൻ BV രാജേഷ് ഓടി നടന്ന് ശ്രമം നടത്തുന്നുണ്ട്. എങ്ങനെയാകും തലസ്ഥാനത്തെ BV രാജേഷിൻ്റെ ഒരു മുന്നേറ്റവും മോദിയുടെ വരവും ഒക്കെ? വൃത്തിയാക്കിയാൽ അവർ വൃത്തിയാവും, മനസ്സിലാവും. അങ്ങനെയാണല്ലോ സാറേ. അപ്പം ഇതിനകത്ത് ഈ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഈ RC തിരുവനന്തപുരത്ത് ഈ ഇത്തരത്തിലൊരു നീക്കം നടത്തിയപ്പോൾ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള നേതാക്കന്മാർ BJPക്ക് RS ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എൻ്റെ അടുത്ത് 1-2 വരും. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം മെച്ചമാട്ടോ, ഇതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം മെച്ചമായതുകൊണ്ടും ഈ 40 കൊല്ലം കൊണ്ട് അപ്രമാദത്തിൽ ഭരിച്ചുകൊണ്ട് CPMൻ്റെ ഈ മേറൂട്ടി കളി വളരെ വൃത്തിയായതുകൊണ്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചതുകൊണ്ടുമാണ് അധികാരത്തിൽ വന്നത്. അവിടെ CPM കുറഞ്ഞു പോയിട്ടുള്ളതും അല്ലെങ്കിൽ CPMനെ മറികടക്കാൻ അത്ര എളുപ്പമുള്ളതും അല്ല തിരുവനന്തപുരത്ത്. അറിയാമല്ലോ ഏത് അവസ്ഥ വന്നാലും. അതാണ് കഴിഞ്ഞ് ഈ ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ അവസാനം കാണാം. നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞില്ലേ, ഇലക്ഷൻ കഴിയിട്ട് കാണാം, ഇലക്ഷൻ കഴിയിട്ടാണ് ഈ മേറൂട്ടി വന്നിരുന്നു പറഞ്ഞു കാണാം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഒരു, കാരണം അവരുടെ ബലം, അവിടെ കോൺഫിഡൻസ് അല്ല, അവരുടെ പാർട്ടി സംവിധാനവും നല്ല വൃത്തിയായിട്ടുള്ളതാണല്ലോ. അവർക്കത് മാത്രമല്ല ഇത്രയും കൊല്ലത്തെ ഒരു പരിചയവും പാരമ്പര്യവും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഒന്നൊരു കാര്യം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. 2014 മോദി വന്നതും ഇതേ ഗുണം, 10 കൊല്ലത്തെ UPA സർക്കാരിൻ്റെ അഴിമതി. ഇതുപോലെ തന്നെ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ 40 കൊല്ലവും അഴിമതി ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് നടത്താൻ അറിയാവുന്നതായിട്ട് വെളി വന്നില്ല. ഇത് പരിചയമില്ലാത്ത ഒരാളെ കൊണ്ടുവച്ച് മത്സരിച്ച് പുറമെ നിന്ന് കാശ് മേടിക്കാൻ നിന്നുകൊണ്ട് അത് വെളി വന്നത് മനസ്സിലായി. അപ്പോൾ അത് വെളി വന്നപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റി. അപ്പം അതിനുശേഷം പറഞ്ഞ 1-2 കാര്യമുണ്ട്. RC പറഞ്ഞു ഒരു 45 ദിവസത്തിനകം മോദി വരും, വികസന രേഖ അവതരിപ്പിക്കും. വികസന രേഖ എന്ന് പറഞ്ഞാൽ മോദി പറയുന്നത് വികസന രേഖ അവതരിപ്പിക്കുന്ന മേയറാന്നൊക്കെ പറഞ്ഞൊന്ന് ആക്ഷേപം വന്നു. അതല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാകും, അത് മതി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താ RC ഉദ്ദേശിച്ചത്? കാരണം ഭാഷയ്ക്കകത്ത് പുള്ളിക്ക് അത്ര ഇല്ലല്ലോ. അതിനുശേഷം പറഞ്ഞു അഴിമതി ഉണ്ട്, അത് ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരും. അഴിമതി ഉണ്ട്, അത് വെളിയിൽ കൊണ്ടുവരും എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പുറകെ വളരെ കൃത്യമായിട്ട് പോകണമെങ്കിൽ ഇപ്പം ഇരിക്കുന്ന BJPക്കകത്ത് ഒരു അഴിമതി നടത്താൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അല്ലെങ്കിൽ മാത്രമേ മറ്റേ അഴിമതിക്കാരെ പിടിക്കാൻ പറ്റൂ. അപ്പം ഞാനതാ പറഞ്ഞ് വൃത്തിയാക്കി. അപ്പം നാളെ മോദി വരുമ്പോൾ വികസന രേഖ എന്ന് പറയുന്ന കാര്യം അവതരിപ്പിക്കുന്നു. അതിനനുസരിച്ച് വികസനം വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് അവിടം കൊണ്ട് കേരളത്തിൽ പലതും നേടാനുണ്ട്. അവിടം കൊണ്ടായിരിക്കും ഇങ്ങനെയാണ് തിരുവനന്തപുരം, ഇങ്ങനെയാണ് കേരളം വികസിക്കാൻ പോകുന്നത്. അല്ല പന്തളത്തിൻ്റെ കൂട്ട് ആയിപ്പോകുന്ന ഒരവസ്ഥ വന്നാൽ, പാലക്കാട്ടത്തെ ഇപ്പോഴത്തെ സീറ്റ് കുറഞ്ഞ ഒരവസ്ഥ വന്നാൽ നാളെ കാലത്ത് BJP പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടും അതേ രീതിയിൽ ഇപ്പം രാജേഷ് അന്ന് പറഞ്ഞത് 50 ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം 75 ആക്കും. 75 ആക്കണമെങ്കിൽ ഇതേ രീതിയിൽ പോകണം. അപ്പോൾ അവിടെ നിന്ന് നാളെ വരുമ്പം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ സത്യസന്ധമായ ഒരു പ്രവർത്തനമാണെങ്കിൽ ഈ 40 കൊല്ലം കൊണ്ട് ഇവർ ആദ്യം പറഞ്ഞല്ലോ, ടാക്സ് വെട്ടിയിട്ടുണ്ട്, കെട്ടിടത്തിൻ്റെ പണി നടത്തുന്നുണ്ട്, വിവിധ മേഖലയിൽ നമ്മളിനി ആഴത്തിലിറങ്ങിയാൽ മൊത്തം വെട്ടിയിലാണല്ലോ. അത് പിടിച്ചെടുത്തിട്ട് വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നെന്ന് ജനത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം. അപ്പം നാളത്തെ പ്രഖ്യാപനത്തിനകത്ത് നീരണ്ട സാറേ, ഇതിനകത്ത് വികസനം മാത്രം പോരാ, വികസനത്തിൻ്റെ കൂടെ അഴിമതിരഹിത വികസനം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് പോകണം. അപ്പം വൃത്തിയാക്കണമെങ്കിൽ അങ്ങനെ വൃത്തിയാക്കണം. എന്നാലേ ഈ പറയുന്ന പോലെ ജനത്തിനെ ബോധ്യപ്പെടുത്തണം. അപ്പം അതിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ അത് ചെയ്യാൻ നിൽക്കുന്നവൻ വളരെ കൃത്യമായിട്ട് ശുദ്ധനായിരിക്കണം. അല്ലെങ്കിൽ അത് ചെയ്യാൻ കരുത്തുണ്ടാവണമെങ്കിൽ അവൻ്റെ ഭാഗത്ത് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു അഴിമതി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലൊരു ടീം, അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അഴിമതിയുടെ കാര്യത്തിൽ മോദിയുടെ ടീം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. വേറെ എന്തൊക്കെ ആക്ഷേപം വരുമ്പോഴും അപ്പോൾ അതേ രീതി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് BJP ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് അഴിമതിയുടെ കാര്യത്തിൽ തുടങ്ങാം, വികസനം രണ്ടാമത് പറയാം. അതെ. അഴിമതിയിൽ എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് ഞാൻ പറയാൻ കാരണം, അഴിമതിയിൽ എന്ന് വെച്ചാൽ അഴിമതി കണ്ടെത്തുന്നു. അഴിമതിയുടെ രണ്ട് വിഷയമാണല്ലോ, വികസനവും അഴിമതി. എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, ഇപ്പം 40 വർഷമായി അവിടെ CPM നന്നായി വെട്ടി വിഴുങ്ങിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. മേയർ ഊട്ടിയിരുത്തി കളിപ്പിച്ചിട്ടുണ്ട്, അതിന് മുമ്പുള്ള മേയർമാർ കളിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ശിവൻകുട്ടി മുതൽ ഇങ്ങോട്ടുള്ള മേയർമാരുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഞാൻ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം വിളപ്പിൽശാല സമരവുമായി ബന്ധപ്പെടണം. എൻ്റെ ഒരു ബന്ധം അവിടെയാണ്. അന്ന് തന്നെ വിളപ്പിൽശാലയിൽ ഈ പ്ലാന്റ് കൊണ്ടുവരുമ്പോൾ ആദ്യം പോപ്സൺ എന്ന് പറയുന്ന കമ്പനിക്കാണ് ആ പ്ലാന്റ് കൊടുക്കുന്നത്. ആ പ്ലാന്റ് കൊണ്ടുവരുന്നതിൻ്റെ കോൺട്രാക്റ്റ് അന്ന് സഖാവ് ശിവൻകുട്ടി ഞാനുമായിട്ട് വളരെ അടുപ്പാണ്, ജനകീയാസൂത്രണ കാലത്താണ്. ഈ സാധനം കണ്ടപ്പോൾ തന്നെ ഞാൻ ശിവൻകുട്ടിയോട് പറഞ്ഞു, ഇത് വലിയ കറപ്ഷനാണ്, ഇത് സക്സസ് ആവാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ ക്ലോസ് അതിൽ വന്നത് ഇത്ര ലക്ഷം ടൺ വേസ്റ്റ് വീതം ദിവസവും തന്നേക്കാന്ന
ഒരു കരാർ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. ആ തന്നില്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വേസ്റ്റ് കുറച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്തിനാ? അല്ലെങ്കിൽ അവർക്ക് എഫിഷ്യൻ്റ് ആവില്ല. അപ്പോൾ നിങ്ങളെന്താ നെയ്യാറ്റിൻകരയിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരുമോ അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരുമോ? എന്താ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ കൊണ്ടുവരും അല്ല അത് അവരുടെ ചില നോംസാണ് എന്നൊക്കെ ഒരു 98 ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ എനിക്കതറിയാം ഇത് കറപ്ഷനിലേക്കാണ് പോകണമെങ്കിൽ. അതിനുശേഷം ഇപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു നഗരത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിഷയങ്ങളിലൊന്ന് വേസ്റ്റാണ്. കാരണം അവിടുത്തെ ജലനിർഗമനം തിരുവനന്തപുരത്തെ ഇപ്പം എന്താണ് ഓപ്പറേഷൻ അനന്ത എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞാലും ശരി പ്രശാന്തിൻ്റെ കാലത്ത് കുറച്ച് മെച്ചം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. എനിക്കറിയാം നന്നായിട്ട് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും ജലനിർഗമന കാര്യത്തിലും ഒക്കെ കുറച്ച് മെച്ചം ഉണ്ടായിട്ടുണ്ട്. അത് മേയറൂട്ടി വന്നിട്ടാണ് അതൊക്കെ പൊളിച്ചടുക്കി. ഒരു മിനിറ്റ് ഒരു സ്ലോ ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ സംശയിച്ചു. ഇപ്പം സാർ ഈ പറഞ്ഞ വേസ്റ്റിൻ്റെ വിഷയം ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഈ കൊള്ളയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ വേസ്റ്റിനകത്ത് കൊള്ള നടത്താനുള്ള ഒരു സാഹചര്യം ഇട്ടിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും ഈ പറയുന്ന വേസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ എഴുതി മാറ്റാമല്ലോ. അല്ല അത് മാത്രമല്ല 2 തരത്തിലാണ്. ഒന്ന് ഇപ്പോൾ കൊച്ചിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 5 ലക്ഷം ടൺ വേസ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത്ര ലോറി വേണം. അപ്പോൾ 5 ലക്ഷം ടൺ കൊടുത്തു എന്ന് എഴുതും. ആ ഇപ്പം അതിൻ്റെ പകുതിയെ കൊടുത്തിട്ടുള്ളെങ്കിൽ ബാക്കി ലോറിയുടെ കണക്ക് എഴുതിയെടുക്കാമല്ലോ. ഇത്ര ലോറി പോയിന്നും അതിന് ഇത്ര മണ്ണിടണം അതിൻ്റെ മീതെ. അപ്പം ലോറിയുടെ വേസ്റ്റ് അടിക്കുന്ന ലോറിയുടെ കണക്ക് ഇപ്പോൾ 500 ലോറി വേണം എന്നുണ്ടെങ്കിൽ 250 ലോറി ഓടിച്ചിട്ട് 500 ലോറിയുടെ കണക്ക് എഴുതിയെടുക്കാമല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെയാണത്. അല്ലാണ്ട് കാശ് കൊടുക്കൽ മാത്രമല്ല 500 ലോറി എന്ന് കുട്ടിയെന്ന് പറയുമ്പോൾ അവനും പറയും 500 ലോറി ഒന്നും പറയും. അവനും എന്താ കുഴപ്പം എഴുതി കൊടുത്താൽ അവനത് എഴുതി കൊടുക്കും 500 ലോറി. അപ്പോൾ അത് മുതലുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്നും വലിയ തട്ടിപ്പ് കൊച്ചിയിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്കല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവരിത് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അഴിമതി ഇവരെങ്ങനെ ഒഴിവാക്കും? പിന്നെ കേരളത്തിൽ BJPക്കാർ അഴിമതിക്കെതിരായി വർത്താനം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരധികാരവും ഇല്ലാതിരുന്ന കാലത്ത് പോലും ഇവർക്കെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? കേരളത്തിലെ BJP നേതാക്കൾക്കെതിരെ പലർക്കും എതിരെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൂവ് ചെയ്ത് പോകണം. അപ്പോൾ BJP ഈ ഇപ്പോഴുള്ള നേതാക്കന്മാർ ആരെങ്കിലും അഴിമതി ഇല്ലാതെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൂന്നാമത്തെ വിഷയം വികസനത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വരുമ്പോൾ BJPക്ക് അധികാരമുള്ള ഒരുപാട് നഗരസഭകൾ ഇന്ത്യയിലുണ്ടല്ലോ. അവിടേക്ക് എന്ത് വികസനം ചെയ്തതെന്നുള്ള ചോദ്യം വരില്ലേ? ഇപ്പോൾ ഡൽഹി ആണല്ലോ മോദി ഇരിക്കുന്ന സ്ഥലം. BJP ഭരിക്കുന്നു, BJP നഗരസഭ ഭരിക്കുന്നു. ഡൽഹിയിൽ അല്ല നഗരസഭ അടുത്ത് മാറിയതിപ്പോൾ മാറും. ഞാൻ പറഞ്ഞ് അല്ലെങ്കിലും BJP ഭരിക്കുന്ന കാലത്തും ഡൽഹി എത്ര ദുരന്തമാണ്. ഇന്നും മനുഷ്യന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആളുകൾ. ഓടി രക്ഷപ്പെടുകയാണ്. കാരണം കുട്ടികളൊന്നും അവിടെ വളർത്താൻ കഴിയില്ല. ആ ശ്വാസം ശ്വസിച്ചാൽ അവർ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ വികസനം BJP വന്നാലൊരു വികസനം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇൻഡോർ ഞാൻ പോയിട്ടുള്ളതാണ്. വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ മാതൃകയാണ് ഇൻഡോർ എന്നാണ് വലിയ പ്രചരണം. എനിക്കവിടെ പോയിട്ട് വിശ്വാസം വന്നില്ല. കാരണം കൊണ്ട് ഡംപ് ചെയ്താൽ എൻ്റെ വീട്ടിലെ വേസ്റ്റ് പ്രശാന്തിൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ പ്രശ്നം തീർന്നു. പിന്നെ അത് പ്രശാന്തിൻ്റെ പ്രശ്നമായി. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇൻഡോറിൽ അവിടുത്തെ മലിനജല ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വന്നല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ കുട്ടികളടക്കം കൊല്ലപ്പെട്ടത് ഇൻഡോറിലാണ് ഈ മലിനജലം കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ചിത്രമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. തോമസ് ഐസക്കൊക്കെ ഉണ്ടാക്കണം, അതിലൊരു തിയറി ഉണ്ടാക്കാം. പക്ഷേ തിയറി പ്രാക്ടിക്കലായി വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അതിന് എഫിഷ്യൻ്റായിട്ടുള്ള ആളുകൾ BJPക്കും സപ്പോർട്ടറായിട്ടുണ്ടോ? BJPക്കാർക്ക് അങ്ങനെ അത് മാനേജ് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടോ? ജനങ്ങളെ ഇതിൽ കാര്യത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് ഒരു വികസനവും കൊണ്ടുവരാൻ പറ്റില്ല. വെറുതെ നമ്മൾ കുറേ കെട്ടിടം കെട്ടാം, അതിന് കുഴപ്പമില്ല. സമയം വേണ്ട, കോർപ്പറേഷൻ കുറേ കെട്ടിടം കെട്ടാം. അങ്ങനെയാണോ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അങ്ങനെയല്ലാത്തൊരു മോഡൽ, ഒരു നഗരവികസന മോഡൽ നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ പ്രശ്നം അതാണ്. ഏത് നഗരവികസന മോഡൽ നാളെ മോദി എന്താ പ്രഖ്യാപിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. നഗരവികസന മോഡലാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നറിയില്ല. അവിടുത്തെ വെള്ളമൊഴുകുന്ന മറ്റേ നമ്മുടെ ആമഴഞ്ചാൻ തോടൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ. അവിടെ ഒഴുകുന്ന വേസ്റ്റ് എങ്ങനെയാണ് ആ വേസ്റ്റ് ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? കാരണം നഗരത്തിൽ എന്തായാലും വേസ്റ്റ് വരും, നഗരത്തിൽ ആളുകൾ വരും, വേസ്റ്റ് വരും, പ്ലാസ്റ്റിക് വരും, എല്ലാം വരും. അതെങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യാൻ പോണേ? ഇതൊക്കെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നഗരം ഞങ്ങൾ സ്വർഗ്ഗമാക്കും എന്ന് പറഞ്ഞാൽ BJPക്ക് കിട്ടിയോണ്ട് വരും. മറ്റൊരു പ്രധാന കാര്യം രാഷ്ട്രീയ പ്രശ്നം, കേരളത്തിൽ BJPക്ക് ഏതൊക്കെ കിട്ടിയിട്ടുണ്ടോ അടുത്ത ഇലക്ഷൻ അത് പോയിട്ടുണ്ട്. നേമം സീറ്റ് മുതൽ പന്തളം മുതൽ പാലക്കാട് മുതൽ. ഇപ്പോൾ പാലക്കാട് മറ്റോരോ അടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷം ഇല്ലല്ലോ ഇപ്പോഴും. ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്താണ് പോയിട്ടുള്ളത്. BJP റിട്ടേൺ ചെയ്ത കേരളത്തിൽ ഏത് തദ്ദേശ ഭരണ സ്ഥാപനം ഉണ്ടെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മാതൃകയൊക്കെ പന്തളത്തും ചെയ്യായിരുന്നു, പാലക്കാടും ചെയ്യായിരുന്നു. അപ്പോൾ അതിനൊരു ട്രാക്ക് റെക്കോർഡ് ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത്. BJPക്ക് അങ്ങനെ
ഒരു നഗരവികസനത്തിൽ കേരളത്തിൽ ഒരു ട്രാക്ക് റെക്കോർഡ് വന്നിട്ടില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇവർ നന്നാക്കുകയാണെങ്കിൽ എനിക്കൊരു വിരോധമില്ല. നമുക്ക് സന്തോഷം, നമ്മൾ തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്, അവിടെ പോയി ജീവിക്കുന്നതാണ്, നന്നാവാം. പക്ഷേ നന്നാവുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ മോഡി വന്നതുകൊണ്ട് നാളെ നന്നാകുമെന്നൊരു പ്രതീക്ഷ എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെ കൊണ്ട് വേണ്ടത് ചെയ്യിക്കാൻ അതെ ആ ചോദ്യമുണ്ട്.